എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് 3 ബ്രീത്തിങ് മെഡിറ്റേഷൻ ടെക്നിക്സ് ആണ് പറയാൻ പോകുന്നത്. ഈ 3 ബ്രീത്തിങ് മെഡിറ്റേഷൻസും ആങ്സൈറ്റി ഡിസോർഡർ, സ്ട്രെസ് ഡിസോർഡർ, പാനിക് ഡിസോർഡർ, പാനിക് അറ്റാക്ക്, ആങ്സൈറ്റി അറ്റാക്ക്, ഡിപ്രഷൻ എന്നീ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇവ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് കൊണ്ട്, കുറേ ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. ഈ വീഡിയോ മുഴുവനായും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എന്നോട് നിങ്ങൾ വീഡിയോ കോളിലൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ മെമ്പറായി ജോയിൻ ചെയ്യുക. ബ്രീത്തിങ് മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ സ്ട്രെസ് ലെവൽ അല്ലെങ്കിൽ ആങ്സൈറ്റി ലെവൽ കുറയ്ക്കുന്നു, നിങ്ങളുടെ ദഹന പ്രക്രിയ സുഗമമാക്കുന്നു, നിങ്ങളുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയ സുഗമമാക്കുന്നു, നിങ്ങളുടെ BP നോർമലായി നിലനിർത്തുന്നു, നിങ്ങളുടെ ബ്രെയിനിൽ ധാരാളം ഓക്സിജൻ എത്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻ എല്ലാം ഭംഗിയായി നടക്കുന്നു, നിങ്ങളുടെ ശരീരം ഡീടോക്സിഫൈ, വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്യപ്പെടുന്നു, നിങ്ങൾ ഇമ്മ്യൂൺ ആകുന്നു, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ മസിൽസും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഈ ബ്രീത്തിങ് മെഡിറ്റേഷൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്രീത്തിങ് മെഡിറ്റേഷൻ നിങ്ങളുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായുമുള്ള വേദനകൾക്ക് കുറവുണ്ടാവുകയും ചെയ്യും. ധാരാളം ഗുണങ്ങളുള്ള ഈ ബ്രീത്തിങ് മെഡിറ്റേഷൻ എക്സസൈസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതാണ് ശരീരത്തിനും മനസ്സിനും ഒരു പ്രശ്നവും ഇല്ലാത്തവരാണെങ്കിലും ഈ ബ്രീത്തിങ് മെഡിറ്റേഷൻ എക്സസൈസ് എല്ലാ ദിവസവും 2 നേരമെങ്കിലും പ്രാക്ടീസ് ചെയ്യുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യത്തെ ബ്രീത്തിങ് മെഡിറ്റേഷൻ ഇതാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു 10, 20, 30 പാട്ടുകൾ ശേഖരിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ഫോൾഡറിൽ അതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്സ് ആണ് ഈ മെഡിറ്റേഷന് ഏറ്റവും നല്ലത്. അത്തരം സോങ്സ് 20, 30, 40 നിങ്ങളുടെ മൊബൈലിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഒരു ഹെഡ്ഫോൺ സംഘടിപ്പിക്കുക, ഇയർഫോൺ അല്ല, ഹെഡ്ഫോൺ സംഘടിപ്പിക്കുക. ഒരു സ്ഥലത്ത് റിലാക്സ് ആയിരിക്കുക, ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു സ്ഥലത്ത്. അത് രാവിലെ ആവാം, ഉച്ചയ്ക്കാവാം, രാത്രിയാവാം, പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാം, ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യാം. ഒരു സ്ഥലത്ത് റിലാക്സ് ആയിരിക്കുക, കണ്ണടയ്ക്കുക. ഇനി ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി സുഖമായി ഉറങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ബ്രീത്തിങ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുക. സുഖമായി ഉറങ്ങുന്ന ഒരു വ്യക്തിയുടെ ബ്രീത്തിങ് എപ്പോഴും ഡീപ്പ് ബ്രീത്തിങ് ആയിരിക്കും, സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും. ആ ബ്രീത്തിങ്ങിൽ ഒരു താളം ഉണ്ടാവും. ആ താളം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ സ്ലോ ആയിട്ടുള്ള, സ്റ്റഡി ആയിട്ടുള്ള, ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് പാറ്റേൺ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നു. ആ ബ്രീത്തിങ് പാറ്റേൺ നമ്മൾ ഒരു സ്ഥലത്ത് റിലാക്സ് ആയിരുന്ന് കണ്ണടച്ച് നമ്മുടെ നട്ടല് വളയാതെ നിവർന്നിരുന്ന് ബ്രീത്ത് ചെയ്യുക. മൂക്കിലൂടെ ഇൻഹേൽ ചെയ്യുക 3 സെക്കൻഡ്. അവിടെ ഹോൾഡ് ചെയ്യുക 2 സെക്കൻഡ്. വായിലൂടെ എക്സേൽ ചെയ്യുക 3-4 സെക്കൻഡ്. താഴെ ഹോൾഡ് ചെയ്യുക വീണ്ടും 2 സെക്കൻഡ്. ഇതൊരു സൈക്കിളായിട്ട് കണക്കാക്കുക. ഇതിനെ ഒരു സൈക്കിളായി കണക്കാക്കുക. ഈ സൈക്കിൾ 10 പ്രാവശ്യം ചെയ്യുക. 10 പ്രാവശ്യം ഈ സൈക്കിൾ കണ്ണടച്ചുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് ചെയ്തതിന് ശേഷം, ആൾറെഡി നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചെവിയിൽ, മൊബൈൽ ഫോണിൽ പാട്ട് ഓൺ ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ആൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടുകൾ പ്ലേ ചെയ്യാൻ, പാടിക്കുവാൻ തുടങ്ങുക. ഓരോ പാട്ടായി കേൾക്കുക. എപ്പോഴും ഒരു പാട്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കണമെന്നില്ല. ഓരോ പ്രാവശ്യവും നിങ്ങൾക്കത് ഷഫിൾ ചെയ്യാം. പുതിയ പാട്ടുകൾ കേൾക്കാം. ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺ അതേപോലെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പാട്ട് കേൾക്കുകയാണ്, പാട്ട് അനുഭവിക്കുകയാണ് എന്നർത്ഥം. ഈ പാട്ടിൻ്റെ ഓരോ വരികളും ശ്രദ്ധിക്കുക. ഈ പാട്ടിൻ്റെ ഈണം നല്ലപോലെ ശ്രദ്ധിക്കുക. ഈ പാട്ട് ഏത് സിനിമയിൽ നിന്നാണോ ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയിലെ
ചിത്രങ്ങൾ, സീൻസ്, ആ പാട്ട് പാടുന്നവരുടെ, ഡാൻസ് കളിക്കുന്നവരുടെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നിവയെല്ലാം നമ്മുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓരോ പാട്ടിൻ്റെയും പാട്ട് ശ്രദ്ധിക്കുക, പാട്ടിലെ ലിറിക്സ് ശ്രദ്ധിക്കുക, മ്യൂസിക് ശ്രദ്ധിക്കുക. ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയ ചിത്രങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ചിത്രങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ചെയ്യുന്നത് ഈ പാട്ടിനെ പൂർണ്ണമായും ഒബ്സർവ് ചെയ്യുകയാണ്, ആ പാട്ടിൽ ലയിക്കുകയാണ് എന്നർത്ഥം. ഇടയ്ക്ക് നിങ്ങളുടെ മനസ്സെങ്ങോട്ടെങ്കിലും പാടിപ്പോവുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീണ്ടും തിരിച്ചതിനെ ഈ പാട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ ഒരു 4-5 പാട്ടുകൾ കേട്ടാൽ ഒരു 20 മിനിറ്റ് നേരം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തതായി പറയാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ബ്രീത്തിങ്ങും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ബ്രീത്തിങ് മെഡിറ്റേഷൻ ടെക്നീക്കാണ്. 20-25 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാം. നല്ല ഗുണം നിങ്ങൾക്ക് ഇത് തരുന്നതായിരിക്കും. രണ്ടാമത്തെ ബ്രീത്തിങ് ടെക്നീക്ക് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 സൈക്കിൾ നിങ്ങൾ സാധാരണ പോലെ ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ എങ്ങനെയാണോ ബ്രീത്ത് ചെയ്യുക ആ രീതിയിൽ ബ്രീത്ത് ചെയ്യുക. അതിനുശേഷം കണ്ണടച്ച്, കാരണം നിങ്ങൾ ആൾറെഡി അടച്ചിരിക്കുകയാണ്, അതിനുശേഷം നിങ്ങൾ മാനസികമായി ഓരോ സ്ഥലത്തിലേക്ക് പോകുന്നതായി ഇമാജിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അമ്പലങ്ങളിലേക്ക് പോകാം, മുസ്ലിം പള്ളികളിലേക്ക് പോകാം, ക്രിസ്ത്യൻ പള്ളികളിലേക്ക് പോകാം, ഗാർഡനിലേക്ക് പോകാം, നല്ലൊരു പൂന്തോട്ടത്തിലേക്ക് പോകാം, ബീച്ചിലേക്ക് പോകാം, പാർക്കിലേക്ക് പോകാം, കളിസ്ഥലത്തേക്ക് പോകാം, ഏതെങ്കിലും കാട്ടിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലത്തും നിങ്ങൾക്ക് പോകാം. മനസ്സ് ശാന്തമാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ കരുതുന്ന, നിങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പോകുന്നത് മാനസികമായാണ്, നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ 1 by 1 ഓരോ സ്റ്റെപ്പായി നിങ്ങൾ ചെയ്യുക. ഇപ്പം അമ്പലത്തിലേക്ക് പോവുകയാണെങ്കിൽ അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവിടെ നിന്ന് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. അടുത്ത സ്റ്റെപ്പ്, അടുത്ത ഒരു 4-5 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും അതിനെ ഒബ്സർവ് ചെയ്യുക. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും അതിനെ ഒബ്സർവ് ചെയ്യുക. അങ്ങനെ ആ അമ്പലത്തിലെ ഓരോ മൂർത്തികളെയും, ഓരോ സ്റ്റെപ്പിനെയും, ഓരോ ബിംബങ്ങളെയും മനസ്സിൽ കൊണ്ടുവന്ന് അതിനെ ആ 2 മിനിറ്റ് അവിടെ ഹോൾഡ് ചെയ്ത് നോക്കുക, ഒബ്സർവ് ചെയ്യുക. അതേപോലെ മോസ്കിൽ പോകുമ്പോഴും ക്രിസ്ത്യൻ പള്ളികളിൽ പോകുമ്പോഴും നിങ്ങൾ ഇതേ രീതിയിൽ അവിടെയുള്ള ഓരോ സ്ഥലത്തെയും, ഓരോ സാധനങ്ങളെയും, ഓരോ ബിംബങ്ങളെയും മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് ചെടിയാവാം, മരങ്ങളാവാം, പൂക്കളാവാം, ബെഞ്ചാവാം, ചിത്രങ്ങളാവാം, എന്തും, ബിൽഡിംഗ് ആവാം, ബിൽഡിങ്ങിൻ്റെ പില്ലേഴ്സ് ആവാം, എന്തും. അവിടെയുള്ള ഓരോന്നിനെയും സ്ലോ ആയി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ പാർക്കിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഇതേപോലെ പല കാര്യങ്ങളും ഉണ്ടാവും. കളിക്കുന്ന കുട്ടികളുണ്ടാവാം, ആളുകൾ നടക്കുന്നത് കാണാം, പക്ഷികളുണ്ടാവാം, ചിലപ്പോൾ വല്ല മൃഗങ്ങളുണ്ടാവാം, അണ്ണാരക്കണ്ണൻ പോലെയുള്ള ജീവികളുണ്ടാവാം, പൂമ്പാറ്റകളുണ്ടാവാം. ഇവയെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ പോകുന്ന സ്ഥലത്തെ ഓരോ സാധനത്തെയും, ഓരോ സാമഗ്രിയെയും, ഓരോ ചിത്രത്തെയും, ഓരോ ജീവികളെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവയെ ഒബ്സർവ് ചെയ്യുവാൻ ശ്രമിക്കുക. പരമാവധി കുറച്ച് സമയമെടുത്ത് ഒബ്സർവ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയും പാളിപ്പോവില്ല. നിങ്ങൾ 100% ആ സ്ഥലത്തായിരിക്കും മാനസികമായി. ഇങ്ങനെ ചെയ്യുമ്പോൾ 10-15 മിനിറ്റ്, 20 മിനിറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇതും ഒരു നല്ല മെഡിറ്റേഷനാണ്. മൂന്നാമത്തെ മെഡിറ്റേഷൻ ബ്രീത്തിങ് ബോഡി സ്കാൻ എന്ന് പറയും. നിങ്ങൾ മുമ്പ് ഇത് ചെയ്യേണ്ടത് മലർന്ന് കിടന്നിട്ടാണ്. ഏതെങ്കിലും ഒരു സർഫേസിൽ മലർന്ന് കിടക്കുക. നിങ്ങളുടെ ബെഡിൽ കിടന്നാലും കുഴപ്പമില്ല. രാവിലെയും ചെയ്യാം, രാത്രിയും ചെയ്യാം, ഉച്ചയ്ക്കും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഒരു ബെഡിൽ മലർന്ന് കിടക്കുക. മലർന്ന് കിടന്ന് നിങ്ങളുടെ ശരീരഭാഗങ്ങളെ സ്കാൻ ചെയ്യുക എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ 10 സൈക്കിൾ ബ്രീത്തിങ് തീർച്ചയായും ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ബ്രീത്തിങ് നോർമലായി അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. അതിനുശേഷം 1 by 1 നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ശരീരഭാഗങ്ങളെ ഓരോന്നായി കൊണ്ടുവന്ന് റിലാക്സ്, റിലാക്സ്, റിലാക്സ് എന്ന് 3 വട്ടം പറയണം. ആദ്യം നിങ്ങളുടെ വലത് കാലിലെ ഫിംഗേഴ്സ്, വിരലുകളെ മനസ്സിൻ്റെ കണ്ണുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അതിനോട് പറയുക 3 വട്ടം റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഈ സമയം അത്രയും നിങ്ങളുടെ ബ്രീത്തിങ് മുൻപ് ചെയ്ത പോലെ നോർമലായി, റിലാക്സായി, ഡീപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇടത് കാലിലെ ഫിംഗേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് പറയുക റിലാക്സ്. വലത് കാലിലെ പാദത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് 3 പ്രാവശ്യം റിലാക്സ് എന്ന് പറയുക, മെല്ലെ പറയുക. ഇടത് കാലിലെ പാദത്തെ കൊണ്ടുവരിക, റിലാക്സ് എന്ന് മെല്ലെ 3 പ്രാവശ്യം പറയുക. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും താഴെ നിന്നും തുടങ്ങി തല വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ഓരോ അവയവങ്ങളെയും, ഓരോ ഭാഗത്തെയും
3 പ്രാവശ്യം വെച്ച് റിലാക്സ് 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 എന്ന് പറഞ്ഞ് തല വരെ എത്തിയതിന് ശേഷം നോർമലായി വീണ്ടും 3 പ്രാവശ്യം ബ്രീത്ത് ചെയ്ത് നിങ്ങൾക്ക് കണ്ണു തുറക്കാം. ഇത് ഏകദേശം 20 മിനിറ്റോളം വരും. നിങ്ങൾ എത്രത്തോളം സ്ലോ ആയിട്ട് ചെയ്യുന്നോ അത്രയും നല്ലത്. 15, 20, 25 മിനിറ്റ് ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നത് അത്രയും നല്ലത്. ഇനി രാത്രി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബോഡി സ്കാൻ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു പ്രശ്നവുമില്ല, ഉറങ്ങിയാൽ അത്രയും നല്ലത്. ഇത് ഞാൻ ഈ പറഞ്ഞു തന്ന ബ്രീത്തിങ് ടെക്നിക്സ്, ബ്രീത്തിങ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ടെക്നിക്സ് ആണ്. ഇത് സ്ട്രെസ്സിനും സ്ട്രെസ് ഡിസോർഡറിനും, ആങ്സൈറ്റിക്കും ആങ്സൈറ്റി ഡിസോർഡറിനും, പാനിക്കിനും പാനിക് ഡിസോർഡറിനും, അതേപോലെ OCD, ഡിപ്രഷൻ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാണ്. ഒരു മാനസിക പ്രശ്നങ്ങളും ഇല്ലാത്തവരും ഇത്തരം മെഡിറ്റേഷൻസ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, ബ്രീത്തിങ് മെഡിറ്റേഷൻ എല്ലാ ദിവസവും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. തുടക്കത്തിൽ അതിൻ്റെ എഫക്റ്റ് അത്ര പെട്ടെന്ന് കിട്ടിക്കോണമെന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയി ദിവസവും 2 നേരം വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1 മാസത്തിനകം നിങ്ങളുടെ അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും. നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ജീവിതകാലം മുഴുവൻ ഗുണം തരുന്ന, പെർഫെക്ഷൻ തരുന്ന, കാംനെസ് തരുന്ന ബ്രീത്തിങ് മെത്തഡോളജിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്.